നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് അഞ്ജുവിനെ പറ്റിയിട്ടാ. ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. എന്നാലും എന്തേലൊക്കെ പറ. ഒന്നുമില്ല. എല്ലാരും ഒന്ന് ഇവിടെ നിൽക്കോ, ഒരു ഗ്രൂപ്പ് പിക്ക് എടുക്കാൻ. കൊള്ളാമോ ഗൈസ്? ആരൊന്നും പറയാത്ത. ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇന്റേൺഷിപ്പിന് പോയപ്പോഴാണ്. ഒരു മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി, അവിടെ ഇവൻ PG ചെയ്യായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ അവിടേക്ക് അപ്രതീക്ഷിതമായി ഒരു ഇന്റേൺഷിപ്പിന് പോയതാണ്. അവിടുന്ന് തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയൊക്കെയോ അല്ലേ. ഞങ്ങള് അന്ന് മുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഞങ്ങൾ അപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സ് നടക്കുക ആ ഒരു ഇതിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിക്കും എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലില്ല. പക്ഷെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോ എന്റെ ഭയങ്കര മോഡേണായ അമ്മയച്ഛനും ഭയങ്കര ഓപ്പൺ ആയിരുന്നു. അവർ പറഞ്ഞു അവരോട് വിളിക്കൂ, സംസാരിക്കൂ, നമുക്കിത് നടത്താമെന്ന്. അപ്പോ പിന്നെ എല്ലാം ശരവടയിലായിരുന്നു. ഞാൻ കാർ ഇറങ്ങി വന്നപ്പം ആക്ച്വലി ആദ്യം തപ്പിയത് ഇവളെയായിരുന്നു. കസിൻസിന്റെ ഇടയിൽ ഇവളെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ലൈക്ക് പെട്ടെന്ന് എന്താ പറയാ ബാക്കിയെല്ലാം ബ്ലറായ പോലെയൊക്കെ തോന്നി. ലൈക്ക് ഇവിടെ മാത്രം ഫോക്കസ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഇവിടെ ഭയങ്കര രസമായിരുന്നു. താലി കിട്ടുമ്പോൾ ഞാൻ കരയും എന്നൊക്കെയായിരുന്നു. പക്ഷെ ആക്ച്വലി ആ താലി എടുത്ത് നമ്മളിങ്ങനെ കെട്ടുന്ന സമയത്ത് ഒരു ലാസ്റ്റ് 3 years ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സാധനം നമുക്കിങ്ങനെ ഈ ഒരു ദേജാവ് പോലെ വരില്ലേ, അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് വന്നു പോയായിരുന്നു. അതൊരു ഭയങ്കര നല്ല മൊമെന്റ് ആയിരുന്നു. ഇനി ലൈഫിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് വരുമോ എന്നറിയില്ല. ദാറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയാണ്. അതേപോലെ തന്നെ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടി എന്നുള്ളത്. അത് സൈമിൾട്ടേനിയസ്ലി ഞങ്ങളും ഹാപ്പിയാണ്. അഞ്ജുഷ ഫാമിലിയിലേക്ക് വരുന്നു. അവളും അത്രത്തോളം തന്നെ ലക്കിയായിരിക്കും. രണ്ടുപേർക്കും ഞങ്ങളുടെ രണ്ടാളുടെ സൈഡിൽ നിന്നും വലിയൊരു ബിഗ് ഹാപ്പി മാരീഡ് ലൈഫ് അഹെഡ്. എല്ലാവിധ എന്താ പറയുക ഹാപ്പിനെസ്സും നേരുന്നു അവരുടെ ലൈഫിലേക്ക്.